الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. ഈ സ്നേഹസംഗമത്തിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ ഫൈസൽ കോട്ടപ്പള്ളി അവർ ഉദ്ഘാടനം നിർവഹിച്ച ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, നമ്മുടെ വിശിഷ്ടാതിഥിയും CIC എന്ന മഹത്തായ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെയൊക്കെ ഗുരുവര്യരുമായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി അതിർശ്ശേരി അവർ, നല്ലവരായ ബഹ്റൈൻ ചാപ്റ്റർ കമ്മിറ്റിയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, അഭ്യുദയകാംക്ഷികളെ, സഹോദരി സഹോദരന്മാരെ, ഇത്രയും പ്രൗഢമായ ഒരു സദസ്സ് ഒരുക്കിയ ബഹ്റൈനിലെ നമ്മുടെ ചാപ്റ്റർ കമ്മിറ്റിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ GCCയിലെ 5ാമത്തെ സ്നേഹ സംഗമത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും സർവാത്മനായുള്ള പിന്തുണ നേടിക്കൊണ്ടാണ്, സഹായ സഹകരണങ്ങൾ നേടിക്കൊണ്ടാണ് നമ്മൾ ഈ മഹത്തായ വൈജ്ഞാനിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയപ്പെട്ടു, കേവലം ഒരു വർഷം കൊണ്ട് നമ്മൾ 30,000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ പണി പൂർത്തിയാക്കി ഈ വരുന്ന ജൂണിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനിരിക്കുകയാണ്. എത്രയോ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ പോലും അവിടേക്ക് പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ രക്ഷിതാവ് തൻ്റെ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ലേ എന്ന ആഗ്രഹവും ആകാംക്ഷയും പങ്കുവെക്കുകയുണ്ടായി. ഇങ്ങനെ എല്ലായിടത്തും എല്ലാവർക്കും ആവശ്യമാകുന്ന, കാലം തേടുന്ന മഹത്തായ ഒരു സംവിധാനമാണ് ഇത് എന്ന് നമ്മളിങ്ങനെ എപ്പോഴും ബോധ്യം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു രക്ഷിതാവ് അവിടേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വാഫി ക്യാമ്പസിൽ 3ാം വർഷം പഠിക്കുകയാണ്. അദ്ദേഹത്തിന് ധാരാളമായി സംസാരിക്കാനുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ ഉപയോഗിച്ച പദം ഇങ്ങനെയാണ്: എൻ്റെ മകനെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുചേർത്ത് വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുടുംബം മുഴുവനും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വല്ലാത്ത സന്തോഷവും നന്മയും കടന്നു വരികയാണ്. മകനെക്കുറിച്ചുള്ള അഭിമാനം ഉസ്താദുമായും പങ്കുവച്ചു. ഇതാണ് ഈ ചരിത്ര സന്ധിയിൽ ഈ വിദ്യാഭ്യാസ വിപ്ലവം സംവിധാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇതിൻ്റെ കൂടെ ചേരുന്നവർ, ഇതിൻ്റെ കൂടെ നിൽക്കുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി ഊണും ഉറക്കും ഒഴിച്ച് പ്രവർത്തിക്കുന്നവർ, എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വഫി കോളേജ് പെരുമുണ്ടശ്ശേരിയിൽ വന്നു. ഒട്ടും വൈകാതെ തന്നെ ഇതിനേക്കാളും പ്രാധാന്യം നമ്മുടെ സഹോദരിമാരുടെ വിദ്യാഭ്യാസമാണെന്ന തിരിച്ചറിവാണ് വഫിയയിലേക്ക് നമ്മളെ എത്തിച്ചത്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി എന്ന ഒരു കവിയുടെ വാക്യമുണ്ട്. ഉമ്മമാരാണ് അവരെയാണ് നമ്മൾ ഏറ്റവും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അവരൊരു പാഠശാലയാണ്. നിങ്ങൾ ആ ഉമ്മമാരെ ഒരുക്കി തീർത്താൽ വലിയ ഒരു തലമുറയെ, ഏറ്റവും നല്ല വേരുകളുള്ള തലമുറയെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ചുരുക്കം. ഉമ്മമാരെ ശ്രദ്ധിക്കുക. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന ഏറ്റവും അത്യുത്തമമായ സമുദായത്തിന്റെ ആളുകൾ എന്ന നിലക്ക് നമുക്കിടയിൽ നന്മ പ്രചരിപ്പിക്കപ്പെടുകയും തിന്മ വിഭാടനം ചെയ്യപ്പെടുകയും വേണം. അതിന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശ്രമം ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്ലാമും ഈമാനും ഏറ്റവും ജാജ്വല്യമാനമായി പ്രകാശിച്ചു നിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണവും പിന്തുണയും ചേർന്ന് നിൽപ്പും ഈ സദസ്സ് ആവശ്യപ്പെടുകയാണ്. ദീർഘിച്ചു സംസാരിക്കേണ്ട സമയമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒരു സ്നേഹസംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ പിന്നിലെ അണിയറ പ്രവർത്തകർക്കും ഇവിടെ വന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാം നന്ദി കൂടി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി